പരിണയം രചനാവതരണം മിത്രവിന്ദ. നിരഞ്ജന്റെ മറുപടിയൊന്നും കേൾക്കാതെ വന്നപ്പോൾ പ്രിയ തങ്ങൾക്ക് പോകാമെന്ന് അവനോട് പറഞ്ഞു. അവളോടൊന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. താൻ കരയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? അദ്ദേഹം മറുത്തൊരു വാക്കുപോലും പറയാഞ്ഞത് ഒരുപക്ഷെ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇനി ക്ഷമ പറയണോ എൻ്റെ കണ്ണ? അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഇങ്ങനെങ്കിലും വീടെത്തിയാൽ മതിയായിരുന്നു, അവൾ പ്രാർത്ഥിച്ചു. നിരഞ്ജന്റെ നിശബ്ദത അത്രമേൽ അവളെ വേദനിപ്പിച്ചിരുന്നു. നിരഞ്ജൻ അപ്പോൾ മറ്റേതോ ലോകത്തായിരുന്നു. എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എല്ലാം താൻ സഹിക്കാം. പക്ഷെ പ്രിയ, അവളുടെ ഓരോ വാക്കുകളും അവനെ അത്രമേൽ നോവിച്ചു. തന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണുനീർ. തിരിച്ചൊരു മറുപടി പോലും തനിക്ക് പ്രിയയോട് പറയാൻ സാധിച്ചില്ല. എല്ലാത്തിനും കാരണം അമ്മയാണ്. ഈ പെൺകുട്ടിയെ അമ്മ ഇവിടെ എത്തിച്ചതുകൊണ്ടാണ് തൻ്റെ ജീവിതം പോലും ഇങ്ങനൊരു ഞാണിന്മേൽ കളിയായി മാറിയത്. പാവം പ്രിയ. പക്ഷെ അവൾ അതിന് ബലിയാടായി. അതുമാത്രമുള്ളൂ തൻ്റെ വിഷമം. എല്ലാത്തിനും ഒരു പരിഹാരം കാണണമെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാം പ്രിയയെ അറിയിക്കണം. എന്നിട്ട് അവൾ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ദിയയും ആദിയും കൂടി എങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുന്നത് അവർ കണ്ടു. അവനോട് താൻ പോകുന്ന കാര്യം പോലും പറഞ്ഞില്ല. അവന്റെ കാര്യം കൂടി മറന്നുപോയി. നിരഞ്ജൻ കാർ നിർത്തിയിട്ട് വേഗം ആദിയുടെ അടുത്തേക്ക് വന്നു. സോറിടാ, അത്യാവശ്യമായിട്ട് ഒന്ന് ടൗണിൽ പോണായിരുന്നു. നിന്നോട് പറയാനുള്ള ടൈം കിട്ടിയില്ല, അതാ കേട്ടോ. നിരഞ്ജൻ ക്ഷമാപണം നടത്തുവാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ഒന്ന് പോടാ സജ്ജു, നിങ്ങൾ പുതുമോടിയായിട്ട് അടിച്ചു പൊളിക്കാൻ പോയതല്ലേ? എന്നിട്ട് അവൻ്റെ ഒരു അവിഞ്ഞ സോറി പറച്ചിൽ. ആദ്യത്തിന് അതും പറഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ദിയ അപ്പോൾ പ്രിയയുമായി സംസാരിക്കുകയായിരുന്നു. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാ പ്രിയേ, അമ്മയുമുണ്ട്. പിന്നെ എനിക്ക് ഇയാളെ ആ എണ്ണയൊന്ന് മുറുക്കിത്തരണം. അവളുമാര് രണ്ടുപേരും താൻ പറഞ്ഞ മാതിരി ഓയിൽ മസാജൊക്കെ ചെയ്ത് ചെമ്പരത്തിത്താളിയൊക്കെ ഇട്ട് തലമുടി കഴുകി. മുടിക്ക് നല്ലൊരു തിളക്കമുണ്ട്. അമ്മയൊക്കെ പറയുകയും ചെയ്തു. ദിയ വാചാലയായി. ദിയ, ബാക്കി വന്നിട്ട് പറയാം, പ്രിയ എങ്ങോട്ടും പോണില്ല. ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉറക്കെ പറഞ്ഞു. പ്രിയ പോകുമോ ഇല്ലയോന്ന് കണ്ടറിയാം ആദ്യേട്ടാ, അവൾ മനസ്സിലോർത്തു. പ്രിയയോട് യാത്ര പറഞ്ഞുകൊണ്ട് ദിയ അവൻ്റെ ഒപ്പം കാറിൽ കയറി. പ്രിയ അകത്തേക്ക് ചെന്നപ്പോൾ നിരഞ്ജൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. പ്രിയയോട് അവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇങ്ങോട്ടൊന്നും സംസാരിക്കാതെ താൻ എന്തു പറയും ഏട്ടനോട്? എന്തായാലും വൈകിട്ട് വരെ നോക്കാം. അവൾ താഴേക്ക് പോയി. മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും മുറിയിലേക്ക് പ്രിയ പതിയെ ചെന്നു. അരുന്ധതി പറഞ്ഞു വിട്ടതാണ് അവളെ. അവർ രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യസ്ഥൻ സോമൻ നായരുടെ കൊച്ചുമകളുടെ വിവാഹക്കാര്യമാണ് അവരുടെ ചർച്ചാ വിഷയം. മുത്തശ്ശി, പ്രിയ വാതിൽക്ക് നിന്നുകൊണ്ട് വിളിച്ചപ്പോൾ അവൾ പ്രിയയെ അകത്തേക്ക് കൈ കാണിച്ചു വിളിച്ചു. പ്രിയ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇവിടെ ഇരിക്കൻ്റെ കുട്ടി. അവരവളെ പിടിച്ച് അവരുടെ അരികത്തായി ഇരുത്തി. മോൾ ഊണ് കഴിച്ചോ? മുത്തശ്ശി വാത്സല്യത്തോടെ അവളോട് കൈയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. അതെ, അറിഞ്ഞിരുന്നോ? ഇന്ന് മോള് ഇവിടെ എല്ലാ താന്തോന്നികൾക്കും എണ്ണ മുറുക്കി കൊടുത്തു. ഇവറ്റോളൊക്കെ ഷാമ്പൂ എന്ന് പറയുന്നൊരു സാധനം കിട്ടില്ലേ, അതിട്ടാ കഴുക്കും പെറുക്കും. ഈ ഫാമെ അരുന്ധതിയൊക്കെ ബ്യൂട്ടി പാർലറിൽ വരെ പോകും. മുത്തശ്ശി ശബ്ദം താഴ്ത്തി. പ്രിയമോളുടെ മുടി കണ്ടിട്ട് എല്ലാത്തിനും അതുപോലെ വേണമെന്നൊരു തോന്നല്. അതുകൊണ്ട് മോളുടെ പിറകെ നടന്ന് രേണു ഒപ്പിച്ചതാ ഇതെല്ലാം. ഇതാപ്പോ നല്ല കഥ. മുത്തശ്ശൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എള്ളെണ്ണയാണ് പെണ്ണുങ്ങൾ തലേ തേക്കുന്നേ.
എള്ളാട്ടി എണ്ണ എടുത്തു വയ്ക്കും എൻ്റെ അമ്മ. എന്നിട്ട് എല്ലാവരും എള്ളെണ്ണ തേച്ച് തലയിൽ പിടിപ്പിച്ച് കുളത്തിൽ പോയി മുങ്ങിക്കുളിക്കും. ഒരു മുടിയും വെളുത്തു വരില്ല. ആ, അതൊക്കെ ഒരു കാലം. മുത്തശ്ശൻ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ചാരുകസേരയിലിരുന്നു. മോളിനി ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി മുടിയുമായി നടക്കും കേട്ടോ. ഞങ്ങൾക്ക് സച്ചുമോൻ്റെ കുഞ്ഞിനെ കൂടി ഒന്ന് ലാളിക്കണം. ആ ഒരൊറ്റ ആഗ്രഹമുള്ളിനി, മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രിയയിൽ ഒരു ഞെട്ടലുണ്ടായി. ഇനി എത്ര നാൾ താൻ ഇവിടെ കാണുമെന്ന് പോലും അവൾക്കറിയില്ല. അവരോട് കഥകളൊക്കെ പറഞ്ഞിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയ എണീറ്റ് പോയി. ദേവികയും രേണുവുമെല്ലാം പ്രിയയുമായി ചങ്ങാത്തമായി. അവർക്കിപ്പോൾ ഏട്ടത്തി മാത്രം മതി എല്ലാത്തിനും. വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദിയും ദിയയും ഒക്കെ വന്നത്. രണ്ടുപേരുടെയും കയ്യിൽ കുറെ ബിഗ് ഷോപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ, ഇതെന്തായി കൊണ്ടിരുന്നേ? യൂണിയൻകാരെ വിളിക്കണോ ദിയച്ചി? രേണു കളിയാക്കി. നീ കളിയാക്കിയോണ്ടേ നിനക്ക് വേണ്ടി മേടിച്ചത് ഞാൻ തരുന്നില്ലടി. ദിയ അവളോട് മുഖം വീർപ്പിച്ചു. അയ്യോ, ചതിക്കല്ലേ പൊന്നെ. രേണു ചെന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ഇവളുടെ ഒരു ആക്രാന്തം കണ്ടോ? ദേവിക അവളെ വഴക്കു പറഞ്ഞു. എല്ലാരും കഴിച്ചിട്ട് വാ. ദിയ മുത്തശ്ശന്റെ മുറിയിലേക്ക് വന്നേ. ആദി ഒരു കവറുമായിട്ട് അങ്ങോട്ട് പോയി. എന്താ തങ്ങൾക്ക് തരുന്നതെന്നറിയാൻ ദേവികയും രേണുവുമൊക്കെ ആകാംക്ഷയോടെ ഇരുന്നു. ഈ പ്രിയടുത്ത് എന്താ വല്യേട്ടനോട് ഒന്നും മിണ്ടാത്തെ? നീ കണ്ടിട്ടുണ്ടോ ഏടത്തി ഏട്ടനോട് സംസാരിക്കുന്നത്? ദേവിക രേണുവിനോട് ചോദിച്ചു. ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ടോ. ഇതെന്താ ചേച്ചി, ഇതുവരെയായിട്ട് നാണം മാറിയില്ലേ? കുട്ടികൾ രണ്ടാളും അവരെ കളിയാക്കി. എല്ലാവരും കൈകഴുകി എഴുന്നേറ്റ് വന്നപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് വീണ്ടും വന്നു. അവൻ ഓരോരുത്തർക്കായി ഓരോ പാക്കറ്റ് എടുത്തു കൊടുത്തു. ദേവികയും രേണുവും അപ്പോൾ തന്നെ അത് പൊട്ടിച്ചു നോക്കി. ഒലിവ് ഗ്രീൻ കളറുള്ള ചന്തേരി സിൽക്ക് ചുരിദാറാണ് ദേവികയ്ക്ക്. പിസ്ത കളറുള്ള ടെസർ സിൽക്ക് മെറ്റീരിയലായിരുന്നു രേണുവിൻ്റേത്. അവർക്കൊക്കെ ദിയയുടെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടു. രേണു ആണെങ്കിൽ അപ്പോൾ തന്നെ ദിയയെ അഭിനന്ദിച്ചു. ഇനി ഇത് തയ്ക്കാനാ പാട്. ആ ചന്ദ്രത്തെ സ്വപ്നേച്ചയെ കെട്ടിച്ചിട്ടില്ലേ? ഇനി ആരാണാവോ ഇത് തയ്ക്കണത്? ദേവിക പെട്ടെന്ന് ഓർത്തെടുത്ത പോലെ പറഞ്ഞു. വലിയ ഫാഷനൊന്നും അറിയില്ലെങ്കിലും ഞാൻ അത്യാവശ്യം തയ്ക്കും. പ്രിയ പറഞ്ഞപ്പോൾ ദേവിക ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും മുത്തം കൊടുത്തു. ചേ, എന്താടി പെണ്ണെ? ഏടത്തിയുടെ ലക്ഷണം കണ്ടിട്ടേ ഏട്ടൻ പോലും ഇതുവരെ ഒരു മുത്തം കൊടുത്തിട്ടില്ല. ദേ, നീ നോക്കിയേക്ക അവള്. രേണു അർത്ഥഗർഭമായി പറഞ്ഞു. നിനക്കൊക്കെ എന്താ എൻ്റെ കുട്ടികളെ? ചുമ്മാ ബഹളം വെച്ചിരിക്കുക. അരുന്ധതി അവരുടെ മേൽ കണ്ണുരുട്ടി. ആദി, എന്തിനാടാ ഈ ക്യാഷെല്ലാം കളഞ്ഞത്? ഫാമ അവരെ വഴക്കു പറഞ്ഞു. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടേ കുറഞ്ഞത് ഇത്രയെങ്കിലും തരണ്ടേ അല്ലേ ഏട്ടാ? ദേവിക കളിയാക്കിക്കൊണ്ട് ആദിയെ വീണ്ടും നോക്കി. എങ്കിൽ എല്ലാരും പോയി കിടക്കു കുട്ടികളെ. വേണുഗോപാൽ അവരെ പറഞ്ഞുവിടാൻ ഒരു ശ്രമം നടത്തി. നിരഞ്ജൻ പതിയെ പോകാനായി എഴുന്നേറ്റപ്പോൾ ആദി അവനെ തടഞ്ഞു. ഡാ സച്ചു, 1 മിനിറ്റ്. ആദി ദിയയെ വിളിച്ചു. അവളപ്പോൾ ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് രണ്ടാൾക്കും കൊടുത്തു. പ്ലീസ് ഓപ്പൺ, ദേവിക ഉറക്കെ പറഞ്ഞു. നിരഞ്ജൻ അത് തുറന്നപ്പോൾ ഒരു പ്രഷ്യസ് പ്ലാറ്റിനം റിംഗ് ആയിരുന്നതിൽ. അടിപൊളിയാണല്ലോ ഏട്ടാ. ദേവികയും രേണുവുമൊക്കെ അത് വാങ്ങി നോക്കി. പതിയെ പതിയെ എല്ലാവരും. അവർക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നു അതിൽ റിങ്. എല്ലാവരും ആദ്യം ദിയയും പ്രശംസിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി റിംഗ് എക്സ്ചേഞ്ച് നടത്താം അല്ലേ? ദിയ ചോദിച്ചു. പിന്നല്ലാതെ. സച്ചു, നീ ആദ്യം പ്രിയയ്ക്ക് റിങ് ഇട്ട് കൊടുക്ക്, ആദി പറഞ്ഞു. അയ്യോ അല്ലല്ല, ലേഡീസ് ഫസ്റ്റ്, അങ്ങനല്ലേ പ്രമാണം. ഏടത്തിയിടും ആദ്യം. ദേവിക പ്രിയയുടെ അടുത്തെത്തി. ആദി സന്തോഷത്തോടെ വാങ്ങി തന്നതുകൊണ്ട് നിരഞ്ജൻ പ്രിയയ്ക്ക് നേരെ കൈനീട്ടി. ഒന്നു പകച്ചെങ്കിലും അവൾ നിരഞ്ജന്റെ കയ്യിൽ മോതിരം അണിയിച്ചു. അവൻ തിരിച്ചു. എല്ലാവരും പതിയെ മുറിയിലേക്ക് പോയി. നിരഞ്ജൻ ചെന്നപ്പോൾ പ്രിയ പഴയ പോലെ നിലത്ത് കിടക്കുകയാണ്. അങ്ങനെങ്കിലും അവനൊന്ന് സംസാരിക്കുവാനായിരുന്നു അവൾ അതുപോലെ ചെയ്തത്.
പക്ഷേ നിരഞ്ജൻ തലേ ദിവസത്തെ പോലെ സെറ്റിയിൽ കിടന്നു. 2 ദിവസം പിന്നിട്ടിട്ടും നിരഞ്ജൻ പ്രിയയോട് മിണ്ടിയില്ല. അരുന്ധതിക്കും തോന്നിയിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. അവർക്ക് മകനോട് ചോദിക്കാൻ പക്ഷെ ഭയമായിരുന്നു. 3 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പ്രിയ, അവൻ വിളിച്ചപ്പോൾ പ്രിയ ഓടി വന്നു. ചെറിയച്ഛൻ എന്ന് പറഞ്ഞ് നിരഞ്ജൻ ഫോൺ അവൾക്ക് കൈമാറി. കുറച്ച് സംസാരിച്ചിട്ട് അവൾ പെട്ടെന്ന് ഫോൺ നിരഞ്ജന് കൊടുത്തു. അവൻ ഫോൺ മേടിച്ച് വെച്ചിട്ട് കിടക്കാനായി തിരിഞ്ഞു. ഏട്ടാ, പ്രിയ പതിയെ അവനെ വിളിച്ചു. അവൻ പ്രിയയെ തിരിഞ്ഞു നോക്കി. എന്നോട് പിണക്കാണോ? അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാ. എന്നോട് ക്ഷമിക്കണം, അവൾ പറഞ്ഞു. പിന്നെ ചെറിയച്ഛൻ വിളിച്ചപ്പോഴാ പറഞ്ഞേ, ചെറിയമ്മ വീണ് കാലൊടിഞ്ഞിരിക്കുക. ഈ ഒരവസരത്തിൽ പോകുവാണെങ്കിൽ ആർക്കും സംശയം തോന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോണം ഏട്ടാ. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, അതിന് എൻ്റെ സമ്മതം വേണോ? അവൻ അടുത്തിരുന്ന ഗ്ലാസ് എടുത്ത് ഒറ്റയേറായിരുന്നു. എനിക്കാരെയും കാണണ്ട, എൻ്റെ കൺമുന്നിൽ നിന്ന് പോകൂ. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നീ വന്നതല്ലേ? അവൻ പ്രിയയുടെ നേർക്ക് പാഞ്ഞു വന്നു. ഭയം കൊണ്ട് അവൾ വിറയ്ക്കുകയാണ്. അമ്മയെ നുറക്കെ വിളിക്കാൻ തുടങ്ങിയ അവളുടെ വായിൽ നിരഞ്ജൻ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് കട്ടിലിലിട്ടു. മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം നീ, അവൻ അലറി. രാത്രിയിൽ നിദ്രാദേവി അവളെ പുൽകിയില്ല. നിരഞ്ജൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് താനൊരു തടസ്സമായി, ഒരു ഭാരമായി. ജീവിതം താൻ നശിപ്പിക്കാൻ വന്നുവെന്ന് പറഞ്ഞതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ രാത്രിയിൽ ഇവിടുന്ന് പോയാലോ എന്ന് അവൾ ഓർത്തു. പകലൊരിറക്കം അത് നടക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പോകാൻ അവൾ തീരുമാനിച്ചു. നിരഞ്ജൻ നല്ല ഉറക്കത്തിലാണ്. എങ്ങനെങ്കിലും ഇവിടുന്ന് പോണം. താൻ നിന്നാൽ കൂടുതൽ പ്രശ്നമാകും നിരഞ്ജന്റെ ജീവിതത്തിൽ എന്നോർത്തു അവൾ. വരുന്നത് വരട്ടെ, താൻ പോകുകയാണ് ഇവിടുന്ന്. പ്രിയ പതിയെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തെത്തി. നിരഞ്ജൻ നല്ല ഉറക്കത്തിലാണ്. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൻ്റെ മുഖം അവൾ വ്യക്തമായി കണ്ടു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൾ നിരഞ്ജന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു. തൻ്റെ ഒരേയൊരു ആഗ്രഹത്തെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് തെല്ല് സന്തോഷം തോന്നി. പക്ഷെ ഒഴുകി വന്ന കണ്ണുനീർത്തുള്ളിക്ക് ശ്വാസത്തെ പോലെ പിടിച്ചു നിൽക്കാനായില്ല. അതും അവൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു. പ്രിയ പതിയെ വാതിലിൻ്റെ ഓടാമ്പൽ എടുക്കുവാൻ തുടങ്ങിയതും മുറിയിലാകെ പ്രകാശം നിറഞ്ഞു. ഞെട്ടിത്തരിച്ചു തിരിഞ്ഞു നോക്കിയ പ്രിയ കണ്ടത് സെറ്റിയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന നിരഞ്ജനെയാണ്. ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാമായിരുന്നു ഇപ്പൊ തന്നെ. പക്ഷെ താനെന്തിനാ എൻ്റെ കവളിൽ ഉമ്മ തന്നത്? അതുകൊണ്ടല്ലേ ഞാൻ കണ്ണു തുറന്നേ. നിരഞ്ജൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് പ്രിയയുടെ അടുത്ത് വന്നു. ഒരു കൈ എളിയെ കുത്തി മറി കൈകൊണ്ടവൻ ഭിത്തിയിൽ പിടിച്ചിരിക്കുകയാണ്. പ്രിയ ഇപ്പോൾ ശ്വാസം മുട്ടിപ്പോകുന്ന പരുവത്തിലും. അവൻ്റെ കണ്ണുകളെ നോക്കിയപ്പോൾ എന്തോ അവൾക്ക് ഭയം തോന്നിയില്ല. നിരഞ്ജനും അവളെ ഉറ്റുനോക്കി. തൻ്റെ ജീവന്റെ പാതി പകുത്തു നൽകേണ്ടവളാണ് തൻ്റെ നല്ല പാതി. ആളും ആരവവും ആർപ്പുവിളിയുമായി താൻ താലി ചാർത്തിയ തൻ്റെ പെണ്ണ്. ഇത്രയും ദിവസമായി വിവാഹം കഴിഞ്ഞിട്ട്, എന്നാൽ ഒരിക്കൽ പോലും താൻ അവളോട് ഇത്ര ചേർന്ന് നിന്നിട്ട് പോലുമില്ല. അവളുടെ ശ്വാസം അവൻ്റെ മൂക്കിൻ തുമ്പിൽ ആഞ്ഞടിച്ചു. അവൻ നോക്കിയപ്പോൾ അവളുടെ ഹൃദയമിടിപ്പിന് വേഗത കൂടിക്കൂടി വന്നു. ഒരു വശത്തേക്ക് മുഖം തിരിച്ച് അവൾ പാതിയടഞ്ഞ കണ്ണുകളുമായി അങ്ങനെ നിന്നു. അഴിഞ്ഞു വീണ് കിടക്കുകയാണ് അവളുടെ മുട്ടപ്പമുള്ള കാർക്കൂന്തൽ. അനുസരണയില്ലാതെ അവ പാറിപ്പാറി നടക്കുന്നു. അവളുടെ നെറ്റിത്തടത്തിലാണ് അവ നൃത്തം ചവിട്ടുന്നത്. സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താതെ ഒരിക്കൽ പോലും അവൻ അവളെ കണ്ടിരുന്നില്ല. അവളുടെ മൂക്കിലെ വെണ്ണക്കൽ മൂക്കുത്തിക്ക് പോലും വല്ലാത്ത അഴക്. വിടർന്ന ചുവന്ന തുടുത്ത അധരങ്ങൾ അവൻ നോക്കി. അവയെ ആഴത്തിൽ പുലുകാൻ മനസ്സ് കൊതിക്കുന്നുണ്ട്. പക്ഷെ ആരോ പിന്നിൽ നിന്ന് വലിച്ചതുപോലെ അവൻ അകന്നു മാറി. പെട്ടെന്ന് പ്രിയ അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ നിസ്സഹായ ഭാവം അതവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അവൻ മെല്ലെ കസേരയിൽ പോയിരുന്നു. പ്രിയ ജനാലയുടെ അരികത്തായി പോയി നിന്നു. നിരഞ്ജനെന്നും ഒരു ജനാല പാതി തുറന്നിടും. കട്ടമുല്ലയും ഇലഞ്ഞിയും പൂത്ത മണമാണ് അന്തരീക്ഷം നിറയെ.
അവൾ ഇരുളിലേക്ക് കണ്ണുനട്ട് നിന്നു. അകലെ എവിടെയോ പാതിരാക്കോഴി കൂവുന്ന ശബ്ദം അവൾ കേട്ടു. ഒരു വലിയ കണ്ണുനീർത്തുള്ളി കാർമേഘം പോലെ ഉരുണ്ടുകൂടി. അത് പിന്നീട് വലിയ ഒരു പേമാരിയായി പെയ്തിറങ്ങി. എത്ര നിയന്ത്രിച്ചിട്ടും പാവം പ്രിയയ്ക്ക് സങ്കടം താങ്ങാനാവുന്നില്ല. ഒന്നും വേണ്ട, കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു തലോടൽ, ഒരു കരസ്പർശം, ചേർത്ത് നിർത്തി തൻ്റെ നെറുകയിൽ ഒരു ചുംബനം. അത് മതി, അതുമാത്രം മതി. തനിക്ക് തൻ്റെ ആയുസ് മുഴുവൻ നിരഞ്ജന്റെ ഓർമ്മകളുമായി താൻ എന്നും ജീവിച്ചുകൊള്ളാം. അത്രയും അവൾക്ക് പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നു എപ്പോഴൊക്കെയോ നിരഞ്ജൻ. എവിടെയെങ്കിലും ആരുടെയെങ്കിലും കണ്ണെത്താ ദൂരത്തോളം പൊയ്ക്കൊള്ളാമെന്ന് തീരുമാനിച്ചാണ് പോകാൻ തുനിഞ്ഞത്. അതും തടസ്സപ്പെട്ടു. ആർക്കും വേണ്ടാത്തവളായി, ആരോരുമില്ലാത്തവളായി താൻ അങ്ങനെ ജീവിച്ചുകൊള്ളാം. പല പല വിചാരങ്ങളുടെ ഒരു വേലിയേറ്റം അവളിലുണ്ടായി. പെട്ടെന്ന് നിരഞ്ജൻ